ബർമുഡ ട്രയാങ്കിൾ ഈ പേര് നമുക്ക് സുപരിചിതമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്നാണിത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ട്രയാങ്കിൾ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ ആളുകൾ പേടിക്കാൻ കാരണം അവിടെ നടന്ന പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെയാണ്. നിരവധി കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമായ സംഭവങ്ങളിലൂടെയാണ് പ്രശസ്തി നേടിയതും. ഫ്ലോറിഡ, ബർമുഡ ദ്വീപുകൾ, പ്യൂർട്ടോ റിക്കോ എന്നിവിടങ്ങളിലുള്ള ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയിലുള്ള ഒരു ത്രികോണ പ്രദേശമാണിത്. ഇവിടെ നടന്നതായി പറയപ്പെടുന്ന പല സംഭവങ്ങളും ശാസ്ത്രങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്നവയായിരുന്നു. പതിറ്റാണ്ടുകളായി ഗവേഷകരെയും സാഹസികരെയും അതുപോലെ സാധാരണക്കാരെയും ഒരുപോലെ പേടിപ്പെടുത്തുന്ന ബർമുഡ ട്രയാങ്കിൾ ഇന്നും നിലനിൽക്കുന്നു. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള കഥകൾക്ക് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസിന്റെ ആദ്യ അമേരിക്കൻ യാത്രയിൽ വടക്ക് ദിശയിൽ നീങ്ങേണ്ട തന്റെ വടക്ക് നോക്കി യന്ത്രം തെറ്റായ ദിശ കാണിച്ചതായും ആകാശത്ത് നിന്ന് ഒരു തീഗോളം കടലിലേക്ക് പതിച്ചതായും അദ്ദേഹം തന്റെ യാത്രാവിവരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ പുറത്തു വരുന്നത്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. നേരത്തെ ഇത് സംബന്ധിച്ച് ചില കഥകളും സംഭവങ്ങളും പല നാവികരും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്ത് വെച്ച് നിരവധി കപ്പലുകൾ അപ്രത്യക്ഷമായി. ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന ഈ നിഗൂഢ പ്രദേശം ലോകശ്രദ്ധ നേടുന്നത്. 1918 306 യാത്രക്കാരുമായി കാണാതായ USS സൈക്ലോപ്സ്, 1941 കാണാതായ സഹോദര കപ്പലുകളായ പ്രോട്ടിയസ്, നെറിയസ്, 1963 അപ്രത്യക്ഷമായ ടാങ്കർ കപ്പൽ SS മറൈൻ സൾഫർ ക്യൂൻ എന്നിവ അപ്രത്യക്ഷമായ കപ്പലുകളിൽ ചിലത് മാത്രം. കൂടാതെ 1945 ഫ്ലൈറ്റ് 19 എന്ന സംഭവം ഏറ്റവും പ്രശസ്തമാണ്. US നേവിയിലെ 5 ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിലെ ഫോർട്ട് ലേഡർഡെയിലിൽ നിന്ന് പരിശീലന പറക്കലിനായി പുറപ്പെട്ടു. യാത്രയ്ക്കിടെ ഈ പ്രദേശത്ത് വെച്ച് വിമാനങ്ങളുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടു. അങ്ങനെ എവിടെയോ ആ വിമാനങ്ങൾ അപ്രത്യക്ഷമായി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. തുടർന്ന് ഈ വിമാനങ്ങളെ അന്വേഷിക്കാൻ പോയ വിമാനവും കാണാതായി. ഇന്നും ഈ സംഭവത്തിന് ഔദ്യോഗികമായി ഒരു വിശദീകരണം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് എന്താണ് ബർമുഡ ട്രയാങ്കിൾ എന്ന ചർച്ചകൾ സജീവമാകുന്നത്. ഒരു വിഭാഗം ആളുകൾ ചുഴലിക്കാറ്റുകൾക്കും ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകൾക്കും സാധ്യതയുള്ളതാണ് ഈ പ്രദേശമെന്നും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റുകൾ പോലും ചെറിയ വിമാനങ്ങളെയും കപ്പലുകളെയും എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും. കൂടാതെ പല അപകടങ്ങൾക്കും കാരണം യന്ത്ര തകരാറുകളോ പൈലറ്റുമാരുടെ കപ്പിത്താന്മാരുടെയോ പിഴവുകളോ ആയിരിക്കാമെന്നും പറയുന്നു. കൂടാതെ മീഥേൻ ഹൈഡ്രേറ്റ്സ് ഈ പ്രദേശത്ത് കൂടുതലായതിനാൽ ചൂടുവെള്ളവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ വാതകമായി മാറുകയും വലിയ കുമിളകളായി വെള്ളത്തിന് മുകളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ജലത്തിന്റെ സാന്ദ്രത കുറയുന്നതിനാൽ ഇതിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയും മുങ്ങിപ്പോവുകയും ചെയ്യാമെന്നും അതിനാൽ ഇത് പ്രകൃതി പ്രതിഭാസങ്ങളാണെന്ന് ബാധിക്കുന്നു. എന്നാൽ മറുവിഭാഗം ആളുകൾ അപ്രതീക്ഷിതമായ കപ്പലുകളും വിമാനങ്ങളും അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയതാണെന്നും അമാനുഷിക സിദ്ധാന്തങ്ങൾ കാരണമാണ് ഇത് സംഭവിക്കുന്നതെന്നും ഉറച്ചു പറയുന്നു. ഈ വിഷയത്തിൽ ചർച്ചകൾ മുറുകുമ്പോഴാണ് ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹതകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേയൊരു വ്യക്തി ബ്രൂസ് ഗർണോണിന്റെ വരവ്. 1970 തന്റെ പിതാവിനോടൊപ്പം ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ആ വിമാനം വിചിത്രമായ പ്രതിഭാസത്തിൽ അകപ്പെട്ടു. ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ നീല നിറത്തിലുള്ള മൂടൽമഞ്ഞ് അവരുടെ വിമാനത്തിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് മേഘങ്ങൾ ഒരു വലിയ തുരങ്കം പോലെയായി. വടക്ക് നോക്കി യന്ത്രവും വിമാനത്തിലെ എല്ലാ ഉപകരണങ്ങളും തകരാറിലായി. പക്ഷേ അപ്പോഴും ആ വിമാനം പറക്കുന്നുണ്ടായിരുന്നു. സാധാരണയായി 45 മിനിറ്റ് എടുക്കേണ്ട യാത്ര വെറും 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയായി. ഈ അനുഭവം അദ്ദേഹം തന്റെ ദി ഫോഗ് എന്ന പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത്. ശേഷം ഇതൊരു ഇലക്ട്രോണിക് ഫോഗ് ആണെന്നും ഈ അവകാശവാദം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാതിനാൽ വിശ്വസിക്കാൻ പറ്റില്ലെന്നും ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അങ്ങനെ അതിരുകടന്ന ചർച്ചകൾക്കും കെട്ടുകഥകൾക്കും റിപ്പോർട്ടുകൾക്കും പിന്നാലെ ബർമുഡ ട്രയാങ്കിൾ ഒരു നിഗൂഢമായി തുടരുന്നു.